അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ സമുദായം പഠിച്ചില്ല. ഇപ്പോഴും മറ്റൊരുത്തനെ ആക്ഷേപിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴും മുസ്ലിം സമുദായത്തെ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ ചിന്തിക്കും, മുസ്ലിമീങ്ങൾ പരസ്പരം കഴുത്തെടുക്കുക. അള്ളാഹു മനുഷ്യരെ പേടിപ്പിക്കുന്ന ദിവസത്തിൽ പോലും നോക്കൂ, നിങ്ങൾ കണ്ടില്ലേ കാശ്മീരിൽ ചെയ്തത്? 500ഓളം ഗ്രാമങ്ങൾ നശിക്കുകയും ലക്ഷക്കണക്കായ ആളുകൾ മരിക്കുകയും ചെയ്തപ്പോഴാണ് മുസ്ലിമീങ്ങൾ മറ്റ് മുസ്ലിമീങ്ങളെ മേൽ നിറയൊഴിച്ചത്. ഇക്കഴിഞ്ഞ ആഴ്ച ഒക്കെ നമ്മൾ കണ്ടു. ഇതുതന്നെയാണ് അവിടെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പരസ്പരം നിങ്ങൾ വെട്ടിവീഴ്ത്തുകയും പരസ്പരം കഴുത്തെറുക്കുകയും ചെയ്യുന്ന കാലഘട്ടം വരും. അപ്പോൾ ഞങ്ങൾ നബിയോട് ചോദിച്ചു, മിനൈനദാക്ക്, ആരാണ് നബിയെ ഉപരോധം തീർക്കുക? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖിബലിൽ അജമി, അനറബികൾ ഒന്നു ചേർന്നായിരിക്കും ഉണ്ടാവുക എന്ന് മുഹമ്മദ് നബി. അനറബികൾ ആ വിഷയത്തിൽ ഒന്നു ചേരും. യംനഉനദാക, അവരാ കാര്യം സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യംനഉനദാക, ആ ദീനാർ ദിർഹം പുറത്തുനിന്ന് വരുന്ന കാര്യം അനറബികൾ ഇറാഖിലേക്ക് തടയും. എന്നിട്ട് ഹബീബായ നബി പറഞ്ഞു, യൂശിക്കു അഹ്ലുശ് ശാം, ഷാമികളുടെയും അവസ്ഥ അങ്ങനെ തന്നെ അല്ല. യുജ്ബാ ഇലൈഹിം ദീനാറുൻ വലാ മുദിയുൻ. ഖുൽനാ മിൻ ഐന ദാക യാ റസൂലല്ലാഹ് ഫഖാല മിൻ ഖിബലിർ റൂം. യഹൂദി നസാറത്തിന്റെ ഭാഗത്തിൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് നബി. ഫലസ്തീനികളുടെയും അവസ്ഥ അങ്ങനെയാണ്. ഒരു റുപ്പിക ലഭിക്കാത്ത കാലഘട്ടം വരും. നോക്കൂ നിങ്ങൾ, സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ ഹദീസ് കേട്ടോളൂ. അൻ സുലൈമാൻ ബിൻ ഹാത്തിബിൽ ഹംയരി റളിയല്ലാഹു അൻ ഖാല ഖാല റസൂലുള്ളാഹി ലയൂശികന്ന ലയകൂനന്ന ബിശ്ശാമി ഫിത്ന, ഫലസ്തീനിൽ ഒരു ഫിത്ന ഉണ്ടാകും. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ, ഈ ഹദീസ് ശ്രദ്ധിക്കണം. ഫലസ്തീനിൽ ഒരു ഫിത്നയുണ്ടാകും. യുറദ്ദദു ഫീമാ കമാ യുറദ്ദദുൽ മാഉ ഫിസ്സഖാ, തോൽപാത്രത്തിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത് പോലെ ആ ഫിത്നയെ കാണിക്കപ്പെടും എന്ന്. തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടു ആ കഴുതപ്പുറത്ത് ഒട്ടകപ്പുറത്ത് ഒരടി അങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ടാവും, അങ്ങോട്ട് തൂങ്ങും. ഒരടി ഇങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ട്. അവിടെ കമ്മിയായ ഇവിടെ കമ്മിയായ അവിടെ കൂടും. നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? അതൊക്കെ നിങ്ങൾ വളരെ ചിന്തിക്കുക. എന്താ പറഞ്ഞത് നിങ്ങൾ ആലോചിക്കുക. ഹദീസൊക്കെ എത്രയാ? ഷാമ കൊണ്ട് ഉദ്ദേശം ഫലസ്തീന്, സിറിയ, ജോർദാന്, ടുണീഷ്യ അടക്കമുള്ള പ്രദേശങ്ങളാണ് ഷാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഒക്കെ പറഞ്ഞത് മനസ്സിലാക്കണം. ഒന്നും കൂടി ചിന്തിക്കുക. ലയകൂനന്ന ബിശ്ശാം, ഫലസ്തീൻ അടക്കമുള്ള പ്രദേശത്തിൽ ഫിത്നയുണ്ടാകും. യുറദ്ദദു ഫീഹാ കമാ യുറദ്ദദുൽ മാഉ ഫിസ്സിഖാ, തോൽപാത്രത്തിൽ വെള്ളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ട് യുറദ്ദദു, അങ്ങോട്ടും ഇങ്ങോട്ടും റദ്ദ് ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട്. വഅൻതും വതുക്ശഫു അൻകും, എവിടെ എത്തുണ്ടും ചെറിയ ഒരു കശിഫുണ്ടാകുമ്പോൾ, എപ്പോഴെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ കശിഫുണ്ടാകും. എന്തെങ്കിലും ഒരു ചെറിയ തുറവടിപ്പോഴുണ്ടാകും. കുറേ കാലം അത് ഫിത്നത്തുൽ അഹ്ലാസ്. ഹബീബായ റസൂലുള്ള പറയുന്നത് ഫിത്നത്തുൽ അഹ്ലാസ് എന്ന് ബഹുമാനപ്പെട്ട മുസ്തഫായ നബി പറയുന്നത് ഫിത്നത്തുൽ അഹ്ലാസ്. ഇതിനെപ്പറ്റിയാണ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഫഹ്ലാസ് കൊണ്ട് ഹെലിസ് കൊണ്ട് ഉദ്ദേശം ഒട്ടകത്തിൻ്റെ പുറത്തിട്ട വിരിപ്പ് എന്നാണ്. ഒരൊട്ടകത്തിൻ്റെ പുറത്തൊരു വിരിപ്പ് ഒരുപാട് കാലഘട്ടം നിൽക്കും, അത് നശിച്ചു പോകില്ല എന്നതുപോലെയാണ് ഫിത്നത്തുൽ അഹ്ലാസ്. അതൊരിക്കലും പെട്ടെന്ന് എടുത്തു കളയില്ലെന്ന് മുഹമ്മദ് നബി 948 മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പള്ളി മെഹ്റാബുകൾ കൊല്ലം പ്രാർത്ഥിച്ചു. നമ്മൾ അള്ളാഹു അവർക്ക് വിടുതി കൊടുക്കട്ടെ, അള്ളാഹു ഉറക്കാമീൻ പറയും, അള്ളാഹു വിടുതി കൊടുക്കട്ടെ, അള്ളാഹു മോചനം കൊടുക്കട്ടെ. എന്നാൽ അതും വെറുതെ ഉണ്ടായതല്ല. ഇസ്രായേലികൾ എൻ്റെ അഡോൾഫ് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ, ജർമ്മനിയിൽ നിന്ന് നാസിക്കക്ഷി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇസ്രായേലികൾ, യഹൂദികൾ ഇസ്രായേലിൽ കയറി വന്ന് രാട്ടമുണ്ടാക്കിയതാ. അവരാണ് പിൽക്കാലഘട്ട സുരക്ഷിതമായ സ്ഥാനം ഉണ്ടാക്കിയതാ. ഹിറ്റ്ലർ ചത്തുപോയപ്പോഴും അവർ സുരക്ഷിത സ്ഥാനത്തേക്ക് പലായനം ചെയ്ത് പോന്നതാ. എന്താ കാര്യം? ഇവരും കെറുത വണ്ണനല്ല, മുസ്ലിം സമുദായം അനർത്ഥമായി ക്ഷണിച്ചു വരുത്തിയതാണ്. ലോക ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം, മദ്യവും മയക്കുമരുന്നും ചെറുപ്പക്കാരിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയാണ് യഹൂദികൾ ചെയ്തത്. ആ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ അഡിക്റ്റായി അവസാനം അതിനുവേണ്ടി തൊണ്ട് ഭൂമികൾ വിൽക്കേണ്ടി വന്നു. വിറ്റു, 1 ഏക്കർ വിറ്റു, 2 ഏക്കർ വിറ്റു, വിറ്റ് 948
ഒരു രാജ്യം സ്ഥാപിക്കാനുള്ള സാഹചര്യം ഇസ്രായേലികൾക്കുണ്ടായി. പിന്നീട് അവിടെ ഇരുന്നിട്ട് അവർ കാല് നീട്ടിയതാണ്. അള്ളാഹു അനുവദിക്കാത്ത മാർഗത്തിലാണ് ഇന്ന് ഹറമിന്റെ പരിസരത്ത് ഫലസ്തീനി മിസ്കീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇരക്കുന്ന പെണ്ണുങ്ങളെ മുൻഗാമികളൊക്കെ സത്യത്തിൽ നാണം മറക്കാത്ത അറബ് ലോകത്ത് ഇപ്പോഴും പഠിച്ചില്ലല്ലോ. അറബ് ലോകത്ത് ഇപ്പോഴും ഏറ്റവും കുറഞ്ഞ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങൾ ഫലസ്തീനി പെണ്ണുങ്ങളാണ്. അറബ് ലോകത്തേക്ക് വ്യഭിചാരം തുറന്നു വെച്ചത് ഫലസ്തീനി പെണ്ണുങ്ങളാണ്. അതുകൊണ്ട് തന്നെ യുറദ്ദദു ഫീഹാ കമാ യുറദ്ദദുൽ മാഉ ഫിസ്സിഖാ. തോൽപാത്രത്തിൽ കളിക്കും പോലെ ഫിത്തന അങ്ങനെ കളിക്കും. അത് പൂർണ്ണമായും കളയാൻ കഴിയില്ല. കാരണം ഇസ്ലാമിയത്ത് മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്തു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും സഹായിക്കാന്നല്ല, വക്കാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ടു. മുഅ്മിനീങ്ങളെ സഹായിക്കുന്ന കാര്യം ഞാൻ ഏറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ മേലെയാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹബീബായ മുഹമ്മദ് നബി 166 ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും യുദ്ധക്കളത്തിൽ ശേഷിച്ചപ്പോഴാണ് വൻസല ജുനൂദൻ ലം തറൗഹാ വിശുദ്ധ ഖുർആൻ 12000 ആളുകളെ മുന്നാലെ 166 ആളുകൾ നിന്നു. 12000 ആളുകൾ ഉണ്ടായിരുന്നു ശത്രു. 4000 ആളുകൾ ഉണ്ടായിരുന്നു ശത്രുക്കൾ. 4000 ശത്രുക്കൾക്ക് മുന്നിൽ മുഹമ്മദ് നബി 166 ആള് നിന്നപ്പോഴാണ് ثم أنزل الله سكينته على رسوله وعلى المؤمنين وأنزل جنودا لم تروها وعذب الذين كفروا وذلك جزاء الكافرين. അല്ലാഹു തആല ശത്രുക്കളെ പരാജയപ്പെടുത്തിയത് എന്തുകൊണ്ട്? മുഅ്മിനീങ്ങളെ സഹായിക്കും അല്ലാഹു. മുഅ്മിനീങ്ങളെ ഹബീബായ റസൂലുള്ളാഹി തന്റെ വെളുത്ത കോവർ കൈടിയുടെ മുറത്തേക്ക് കയറി അനനബിയുൻ ലാ കദിബ് അനബിനു അബ്ദിൽ മുത്തലിബ്, അനനബിയുൻ ലാ കദിബ് അനബിനു അബ്ദിൽ മുത്തലിബ്. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ വെളുത്ത കോവർ കൈടിയുടെ പുറത്തേക്ക് കയറി. എന്നിട്ട് പരിശുദ്ധമായ ദീനിന് വേണ്ടി ഇറങ്ങിയപ്പോ വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. അറബ് ലോകത്തിന് വേണ്ടത്, മുസ്ലിം ലോകത്തിന് വേണ്ടത് ഇസ്ലാമിയത്തിലേക്ക് മടങ്ങിപ്പോകലാണ്. ഇസ്ലാമിയത്തിലേക്ക് മടങ്ങിപ്പോയാൽ അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു സഹായിക്കുകയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അക്കാലത്ത് നാദിമൂന അൻ ജൂഇൻ ശദീദ്, ശക്തമായ വിശപ്പ് കൊണ്ട് നിങ്ങൾ ഖേദിക്കും. ശക്തമായ വിശപ്പ്. ഫയകൂന റീഹുൽ ഖുബ്സി, ഒരു റൊട്ടിയുടെ വാസന ഫീഹാ, അക്കാലത്തെ ഫലസ്തീനികൾക്കും ഇറാഖികൾക്കും അത്വയബ മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയേക്കാൾ സുഗന്ധമായി തോന്നും. ശ്രദ്ധിച്ചില്ല നിങ്ങൾ ഹദീസ്? ഹബീബായ നബി പറയുകയാണ്. നോക്ക്, നിങ്ങൾ ചിന്തിക്കണം, മുസ്ലിമീങ്ങൾ ആലോചിക്കണം. ഹബീബായ നബി പറയുകയാണ്, വിഭവങ്ങളൊക്കെ മറ്റവര് വാലി വരിച്ച് കൊണ്ടുപോകും. 90 കൊല്ലത്തേക്കാണ് ഇപ്പോൾ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. 90 വർഷത്തേക്ക്. ഇപ്പോൾ നിലനിൽക്കുന്ന എഗ്രിമെന്റ് 90 കൊല്ലത്തേക്കാണ്. അമേരിക്ക മിഡിൽ ഈസ്റ്റ് ഭരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എഗ്രിമെന്റ് 90 വർഷത്തേക്കാണ്. അതിനിടയിൽ വീണ്ടും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അങ്ങനെ അവരെ പറഞ്ഞു വിടാൻ കഴിയില്ല. അവർ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ വേറെ രൂപത്തിൽ വരും. അങ്ങനെ തന്നെയല്ലേ എല്ലായിടത്തും അങ്ങനെയാണ്. വിയറ്റ്നാം കയറി വിട്ടു, എന്നാൽ വിയറ്റ്നാമികൾ, നിങ്ങൾ വിയറ്റ്നാം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തേ വിയറ്റ്നാമിലുണ്ടായത്? അമേരിക്കക്കാരെ വിയറ്റ്നാമികൾ ഓടിച്ചു, പക്ഷേ ഓടിച്ചില്ല. അമേരിക്കക്കാർ എന്ന വ്യക്തികളുടെ അധികാരത്തെ അങ്ങോട്ട് ഒഴിവാക്കിയപ്പോഴേക്ക് അമേരിക്കയുടെ ഒരു തരം സംസ്കാരത്തെ ചെറുപ്പക്കാരുടെ മനസ്സിൽ കയറ്റിവിട്ടു. ഇന്ന് ലോകരാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മസാജ് പാർലറുള്ള സംസ്കാരം വിയറ്റ്നാമിലാണ്. വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടതാണ് ഈ കാര്യം. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ആ കാലഘട്ടത്തിൽ ഫരീഹുൽ ഖുബ്സി, ഒരു റൊട്ടിയുടെ വാസന ഫീഹാ, കാലഘട്ടത്തിൽ ഇറാഖികൾക്കും ഫലസ്തീനികൾക്കും അത്വയബ മിൻ റീഹിൽ മിസ്കി, കസ്തൂരിയേക്കാൾ സുഗന്ധമായി തോന്നുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മുഅ്മിനീങ്ങൾ. ഒരു ഹദീസ് കൂടി കേട്ടോളൂ. ഇന്നേതായാലും ഈ വിഷയം തീരില്ല, വലിയ ചർച്ചയാണ്.
അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഇനി ഒരു ആൺകുട്ടി വരാൻ പോകുന്നുണ്ടല്ലോ, വലിയ ഒരു ആൺകുട്ടി വരാൻ പോകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ആൺകുട്ടികൾ ഉണ്ടാവും, അങ്ങനെയാണ് ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു ആൺകുട്ടി വരുന്നുണ്ട്. ആ ആൺകുട്ടിയെ പറ്റി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ സദസ്സ് മതിയാവില്ല. ആരാണ് ആൺകുട്ടി? ഉറക്കം കൊണ്ട് പറഞ്ഞേക്ക്. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. മുതവാത്തിറായ സംഗതിയാണ്, നമുക്കുണ്ടാവും ഈ ഭൂമിയിൽ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പലതും നടക്കാൻ പോകുന്നുണ്ട്. വിശ്വാസികൾ ചിന്തിക്കണം, അതൊക്കെ നമുക്ക് പഠിക്കണം. എനിക്ക് ശേഷം 4 ഫിത്നകളാണ് പ്രധാനമായി വരിക എന്ന് മുഹമ്മദ് നബി. അൽ ഊലാ യുസ്തഹല്ലു ഫീഹ അദ്ദിമാ. ഒന്നാമത്തെ ഫിത്ന